നമ്മുടെ ചാനലിൽ പല അമാനുഷികമായ സംഭവങ്ങളെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നും വളരെ ഭയാനകമായ അമാനുഷികമായ ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത്. ഇന്തോനേഷ്യയിൽ 14 വയസ്സുള്ള സബീർ എന്ന ഒരു കുട്ടി. അവൻ്റെ അച്ഛന് അടുത്ത ചില ദിവസത്തിൽ ബർത്ത്ഡേ വരികയാണ്. അച്ഛന് എന്തെങ്കിലും സമ്മാനം നൽകണമെന്ന് അവൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് തൻ്റെ അച്ഛന് ക്യാമറ ഒരുപാട് ഇഷ്ടമാണ് എന്ന കാര്യം ഓർത്തത്. ഉടൻ തന്നെ സബീർ തൻ്റെ പക്കൽ എത്ര പണമുണ്ടെന്ന് നോക്കുന്നു. പക്ഷേ അവൻ്റെ സേവിങ്സിൽ വളരെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഈ പണത്തിന് എവിടെയെങ്കിലും ക്യാമറ ലഭിക്കുമോ എന്ന് അവൻ തിരയാൻ തുടങ്ങി. പല കടകളിലായി നോക്കുന്നു. എന്നാൽ എല്ലാ കടകളിലും ക്യാമറയുടെ വില വളരെ അധികമായിരുന്നു. സബീറിന് ഇപ്പോൾ വളരെ ദുഃഖമായി. അച്ഛന് ഇഷ്ടപ്പെട്ട ക്യാമറ ഈ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ തന്നെ കൊണ്ട് കഴിയുമോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. തന്നെ കൊണ്ട് ക്യാമറ വാങ്ങാൻ കഴിയില്ലേ എന്ന് പോലും അവൻ ചിന്തിച്ചു. വളരെ ദുഃഖത്തിൽ അവൻ റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കടയിൽ ഒരു ക്യാമറ അവൻ കണ്ടു. അത് കണ്ടതും അവനത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എങ്കിലും അതിൻ്റെ വില എത്രയാണ് എന്നറിയാനായി അവൻ അടുത്തേക്ക് ചെന്ന് നോക്കി. ക്യാമറയുടെ വില കണ്ടപ്പോൾ അതവന് വല്ലാത്ത ഞെട്ടലായി. കാരണം ആ വില വളരെ കുറവായിരുന്നു. ഉടൻ തന്നെ സബീർ ആ കടയ്ക്കുള്ളിലേക്ക് കയറി ക്യാമറയുടെ വില എന്താണെന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്തു. ആ വ്യക്തിയും ആ ക്യാമറയിൽ എഴുതിയിരിക്കുന്ന അതേ വില തന്നെയായിരുന്നു പറഞ്ഞത്. അത് കേട്ടപ്പോൾ സബീറിന് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പണത്തേക്കാളും വളരെ കുറഞ്ഞ വിലയായിരുന്നു ആ ക്യാമറയ്ക്കുണ്ടായിരുന്നത്. ഉടനെ സബീർ, സാർ എനിക്ക് ആ ക്യാമറ തരാമോ എന്ന് ചോദിച്ചു. ശരി, ആ ക്യാമറ കാണാൻ നന്നായിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്ര കുറഞ്ഞ വിലയ്ക്ക് ഇത് വിൽക്കുന്നത് എന്നും ചോദിച്ചു. ഇപ്പോൾ ആ ഷോപ്പിലെ ഓണർ പറഞ്ഞത്, ഇല്ലില്ല, ഈ ക്യാമറ ഒരു സെക്കൻഡ് ഹാൻഡ് ആണ്, അതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നതും എന്നും പറഞ്ഞു. സബീർ ഉടൻ തന്നെ ആ ക്യാമറ കയ്യിൽ വാങ്ങി നോക്കി. ക്യാമറയിലും ചെറിയ ചെറിയ കീറലുകൾ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ആ ക്യാമറ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഇപ്പോൾ സബീർ, സർ ഞാൻ തന്നെ ഈ ക്യാമറ വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഷോപ്പ് ഓണർ ഈ സമയത്തായിരുന്നു സബീറിനോട് ഒരു കാര്യം പറഞ്ഞത്. നീ ഈ ക്യാമറ വാങ്ങുന്നതിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഈ ക്യാമറയെക്കുറിച്ച് നീ മുഴുവനായും മനസ്സിലാക്കണം. ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ കുട്ടി ഈ ക്യാമറ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. ഏതോ ഗാർബേജിൽ നിന്ന് കിട്ടിയെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ക്യാമറയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഓണർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ അങ്ങനെ തുറന്നു നോക്കി. പക്ഷെ ആ മെമ്മറി കാർഡിൽ ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 4 യുവാക്കളുടെ ചിത്രമായിരുന്നു കണ്ടത്. ഒരു പക്ഷേ ഇവരുടേതായിരിക്കാം ഈ ക്യാമറ എന്ന് ഞാൻ അപ്പോൾ ചിന്തിച്ചു. കൂടാതെ ആ യുവാക്കൾ ഫോട്ടോ എടുത്തിരിക്കുന്ന ആ സ്ഥലം അത് എനിക്ക് വളരെ പരിചയമുള്ള ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സ്ഥലത്തേക്ക് ചെന്ന് ആ യുവാക്കളെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമായിരുന്നു ലഭിച്ചത്. അതായത് ആ 4 പേരെയും കാണാനില്ല എന്ന വിവരമായിരുന്നു. എനിക്ക് വല്ലാത്ത ഭയം തോന്നി. ഞാൻ കടയിലേക്ക് തിരികെ വന്നു. എപ്പോഴെങ്കിലും ഈ കാണാതായവർ തിരികെ വന്ന് ക്യാമറ വന്ന് വാങ്ങും എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. പക്ഷെ ഇന്ന് വരെയും ആ 4 പേരിൽ ആരും വന്ന് ഈ ക്യാമറ ചോദിച്ചില്ല. അതുകൊണ്ടാണ് ഇതിനെ വിൽക്കാനായി ഞാൻ വച്ചത് എന്നും പറഞ്ഞു. ഈ ക്യാമറ അന്വേഷിച്ച് ഇനി ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. നീ ഈ ക്യാമറയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനായും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്ന് ഷോപ്പ് ഓണർ പറഞ്ഞു. സബീറിനും സന്തോഷം മാത്രമേ ഉള്ളൂ. സാരമില്ല സാർ, നാളെ എൻ്റെ അച്ഛന് പിറന്നാളാണ്, അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കാനാണ് ഞാൻ ഈ ക്യാമറ വാങ്ങുന്നത് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി അതും കൊണ്ട് വീട്ടിൽ പോയി. അടുത്ത ദിവസം സബീറിൻ്റെ അച്ഛൻ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വീട്ടിൽ എല്ലാ ഒരുക്കങ്ങളും അവസാനിച്ചു. വീട്ടിൽ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നു. എല്ലാവരെയും കണ്ട് സബീറിൻ്റെ അച്ഛൻ ഒരുപാട് സന്തോഷമായി. അന്നത്തെ ദിവസം ആ പിറന്നാൾ ആഘോഷം വളരെ സന്തോഷകരമായി തന്നെ നടന്ന് അവസാനിക്കുകയും ചെയ്തു. അപ്പോഴായിരുന്നു സബീർ അവൻ്റെ സമ്മാനം അച്ഛന് കൊടുത്തത്. അച്ഛൻ ആ പെട്ടി തുറന്നു നോക്കിയതും അതിൽ ക്യാമറയുള്ളത് കണ്ട് വളരെ സന്തോഷപ്പെട്ടു. സബീർ, എൻ്റെ പല ദിവസത്തെ സ്വപ്നമായിരുന്നു നീ ഇന്ന് എനിക്ക് നേടിത്തന്നത്. ഒരു ക്യാമറ വാങ്ങണമെന്നുള്ളത് ഏറെ ദിവസത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നീ അതെനിക്ക് സാധിച്ചു തന്നുവെന്ന് ആ മകനോട് പറഞ്ഞു.
തുടർന്ന് സബീറിന്റെ അച്ഛൻ ആ ക്യാമറ ഓൺ ചെയ്ത് അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ മരത്തിനെ ചിത്രമെടുക്കാൻ തുടങ്ങി. ശേഷം അവരുടെ വീട്ടിൽ വളർത്തുന്ന നായക്കുട്ടിയെയും ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്ത് അവസാനിച്ചതും സമീറിന്റെ അച്ഛൻ സമീറിനെ നോക്കി, ഈ ക്യാമറ നീ എവിടെ നിന്നാണ് വാങ്ങിയത്? ഇത് വളരെ നന്നായിട്ടുണ്ട്, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാനിത് ആർക്കും കൊടുക്കില്ല എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മിന്നൽ വന്ന് അവരുടെ വീടിന് മുൻപിലുണ്ടായിരുന്ന ആ മരത്തിലേക്ക് പതിച്ചു. അതിൽ ആ മരം കത്തി നശിച്ച് താഴേക്ക് വീഴുന്നു. ഇത് കണ്ട് ബർത്ത്ഡേ ആഘോഷത്തിനായി വന്ന എല്ലാവരും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? കാലാവസ്ഥയും വളരെ നല്ലതാണല്ലോ, പെട്ടെന്ന് എങ്ങനെയാണ് മിന്നൽ വന്നത്? ഒരുപാട് വർഷമായി ആഗ്രഹിച്ചു വളർത്തിയ ഒരു മരം ഇങ്ങനെ നശിച്ചു പോയല്ലോ എന്ന് എല്ലാവരും പരസ്പരം സംസാരിച്ചു കൊണ്ടേയിരുന്നു. അതും സബീറിന്റെ അച്ഛൻ ആ മരത്തിനെ ഫോട്ടോ എടുത്ത് അടുത്ത ചില സെക്കൻഡിൽ തന്നെ ഇങ്ങനെ സംഭവിച്ചു. അദ്ദേഹത്തിന് ഇത് വല്ലാത്ത ഞെട്ടലിന് കാരണമായി. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ വീട്ടിൽ വളർത്തുന്ന നായക്കുട്ടി വളരെ വേഗത്തിൽ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി റോഡിലേക്ക് ഇറങ്ങി ഓടുകയാണ്. അവിടെ വളരെ വേഗത്തിൽ വന്ന ഒരു കാർ ആ നായയെ ഇടിക്കുന്നു. നായയും സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്നു. ഇപ്പോൾ സബീറിന്റെ അച്ഛന് ഈ ക്യാമറ കാരണമാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ഒരു സംശയം തോന്നി. നീ ഈ ക്യാമറ എവിടെ നിന്നാണ് വാങ്ങിയത്? കാരണം ഇതിൽ ഫോട്ടോ എടുത്ത അടുത്ത സെക്കൻഡ് തന്നെ ഞാൻ ഫോട്ടോ എടുത്ത മരമും നമ്മുടെ നായക്കുട്ടിക്കും ഇങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് നീ ക്യാമറ എവിടെ വാങ്ങിയെന്ന് സബീറിനോട് ചോദിച്ചു. സബീറും താനത് എവിടെ നിന്ന് വാങ്ങി എന്നുള്ളത് അവന്റെ അച്ഛനോട് പറഞ്ഞു. കൂടാതെ ഷോപ്പ് ഓണർ അവനോട് പറഞ്ഞ ആ ക്യാമറയ്ക്ക് പുറകിലുള്ള കഥ, അതിനെക്കുറിച്ചും അവൻ അച്ഛനോട് പറഞ്ഞു. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ സബീറിന്റെ അച്ഛൻ ആ ക്യാമറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് എടുത്ത് അതിലുണ്ടായിരുന്ന ഫോട്ടോസ് നോക്കി. അതിലുണ്ടായിരുന്ന ആ 4 യുവാക്കളെയും നോക്കുന്നു. ഇവരെ കാണാനില്ല എന്ന ഒരു വാർത്ത ഞാൻ ഈ ഇടയ്ക്ക് ന്യൂസ് പേപ്പറിൽ കണ്ടതായിരുന്നല്ലോ. അതിനുശേഷം അദ്ദേഹം വീണ്ടും അടുത്ത ഫോട്ടോ നോക്കി. അതിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് കണ്ടതും സമീറിന്റെ അച്ഛൻ, ഹേ, ഈ പെൺകുട്ടിയെ എനിക്ക് നന്നായി തന്നെ അറിയാം, ഇത് ആത്മഹത്യ ചെയ്ത് മരിച്ചൊരു പെൺകുട്ടിയാണ്, ഇതുപോലും മാധ്യമത്തിൽ വന്നിരുന്നുവെന്ന് പറഞ്ഞു. അതിനുശേഷം അടുത്ത ഫോട്ടോ നോക്കി. അതിൽ ഒരു വീട്ടിൽ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് പോലെയായിരുന്നു. കൂടാതെ ആ വീടിനെ ചുറ്റിയുള്ള പല ചിത്രങ്ങളും ആ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ സബീറിന്റെ അച്ഛൻ പറഞ്ഞത്, ഈ വീട് നമ്മുടെ ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്താണുള്ളത്. നമ്മൾ ഈ വീട്ടിലേക്ക് താമസം വന്ന അന്ന് മുതൽ ആ വീട് പാഴടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ ചിത്രങ്ങൾ എപ്പോൾ എടുത്തിട്ടുണ്ടാകും എന്നയാൾ ചിന്തിച്ചു. ശരി, എന്തായാലും ഈ ക്യാമറയെക്കുറിച്ച് നന്നായി തന്നെ മനസ്സിലാക്കണം എന്ന ചിന്തയിൽ വരുന്നു. അതിനുശേഷം അവരുടെ വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരും പോയതിനു ശേഷം സബീറും അവൻ്റെ അച്ഛനും ക്യാമറ സബീറിൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട്, ഈ ക്യാമറ ആരുടെ പക്കലും കൊടുക്കാൻ പാടില്ല, ഞങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവുകയാണ്, പോയി വന്നതിന് ശേഷം ഞാൻ കാര്യങ്ങളെല്ലാം വിശദമായി പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ആ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. സബീറിന്റെ അമ്മ ആ ക്യാമറ ലോക്കറിൽ വെച്ച് പൂട്ടി. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള ഒരു വയസ്സായ വൃദ്ധന്റെ അടുത്ത് ചെന്ന് ആ ക്യാമറയിലുണ്ടായിരുന്ന വീടിനെ കുറിച്ച് അന്വേഷിച്ചു. ആ വൃദ്ധൻ പറഞ്ഞത്, ഈ വീട്ടിൽ ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു സമ്പന്ന കുടുംബം താമസിച്ചിരുന്നു. അച്ഛൻ, അമ്മ, വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി, ഇവരായിരുന്നു താമസിച്ചിരുന്നത്. ആ പെൺകുട്ടി വളരെ സുന്ദരിയായിരുന്നു. അവളെ കാണുന്ന എല്ലാവരും അവളുടെ സൗന്ദര്യത്തിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. അങ്ങനെയുള്ള മകൾക്ക് അവളുടെ അച്ഛൻ പിറന്നാൾ സമ്മാനമായി ഒരു ക്യാമറ വാങ്ങിക്കൊടുത്തു. ആ ക്യാമറ വെച്ച് അവൾ ഫോട്ടോസ് എടുത്തുകൊണ്ടേയിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് മാനസിക നില തെറ്റിയ ഒരു കൊലപാതകി വന്നത്. അവൻ ഇതിനകം തന്നെ പല കൊലപാതകം ചെയ്തവനാണ്. അവൻ ആ വീട്ടിലേക്ക് പോയി ആ കുടുംബത്തിലുള്ള 3 പേരെയും ക്രൂരമായി തന്നെ കൊന്നു. അത് ആ ക്യാമറയിൽ ഫോട്ടോ എടുക്കുകയും ചെയ്തു. എന്നിട്ട് ആ വീടിനെ കത്തിച്ച് നശിപ്പിച്ചു. എന്നാൽ ഈ സംഭവം നടന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കൊലയാളിയും ഈ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു പ്രാന്തപ്രദേശത്ത് കാടിന് നടുവിലുള്ള ഒരു മരത്തിൽ ആത്മഹത്യ ചെയ്തു, തൂങ്ങി മരിച്ചു. പക്ഷെ അത് ഞങ്ങൾക്ക് വലിയ അത്ഭുതത്തിന് കാരണമായി. കാരണം അയാളെ പോലീസിന് പോലും പിടിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ എന്തിന് ആത്മഹത്യ ചെയ്യണം? അതിനുശേഷം ചില ദിവസത്തിൽ ആ ക്യാമറ പലരുടെയും കൈകളിലേക്ക് മാറി മാറിപ്പോയി. ആ ക്യാമറ വാങ്ങിയ എല്ലാവരും മരിച്ചു പോയതായും ചില വാർത്തകൾ ഞങ്ങൾ അറിഞ്ഞു. ഇങ്ങനെ ആ വൃദ്ധൻ പറഞ്ഞു. ഇത് കേട്ടതും സബീറിനും അവൻ്റെ അച്ഛനും വല്ലാത്ത ഞെട്ടലും ഭയവും ഉണ്ടായി. എന്താണ് പറയുന്നത്? ഇപ്പോൾ ആ ക്യാമറ ഞങ്ങളുടെ പക്കലാണുള്ളത്, ഇതിന് മറ്റു മാർഗമൊന്നും ഇല്ല എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, നിന്റെ കുടുംബത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ ആ ക്യാമറ നിന്റെ കുടുംബത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം, മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം, അതിനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞു. ഉടനെ സബീറും അവൻ്റെ അച്ഛനും വളരെ വേഗത്തിൽ കാറെടുത്ത് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ അവർ പരസ്പരം എന്തൊക്കെയോ സംസാരിച്ചു. വീട്ടിൽ എന്ത് സംഭവിക്കുമെന്നേ അറിയില്ലല്ലോ, വീട്ടിലാണല്ലോ ക്യാമറയുള്ളത്, വീട്ടിൽ അമ്മയും തനിച്ചാണല്ലോ, എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് പരസ്പരം സംസാരിച്ചു കൊണ്ടേ പോകുന്നു. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴായിരുന്നു രണ്ടുപേരും വല്ലാതെ ഞെട്ടിയത്.
സബീറിന്റെ സഹോദരൻ ആ ക്യാമറ വെച്ച് കളിക്കുകയായിരുന്നു. ഇത് കണ്ട് സബീറിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ വല്ലാതെ വഴക്ക് പറഞ്ഞു. സബീറും വേഗത്തിൽ സഹോദരന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ വാങ്ങി അതിൽ എന്തൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എന്ന് നോക്കുന്നു. ആദ്യം അതിലുണ്ടായിരുന്ന ഫോട്ടോസ് ഒന്നും മൂവായില്ല. അതുകൊണ്ട് സഹോദരനോട് തന്നെ സബീർ ചോദിച്ചു, നീ എന്തൊക്കെ ഫോട്ടോയാണ് എടുത്തത്, ചേട്ടനോടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അതിന് ആ ചെറിയ കുട്ടി, ഞാൻ ഒരുപാട് ഫോട്ടോ എടുത്തല്ലോ, പക്ഷേ അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ ഓർമ്മയുണ്ടാകും എന്ന് ചോദിച്ചു. പക്ഷേ എങ്കിലും സബീർ വളരെ സാവധാനത്തിൽ സ്നേഹത്തോടു കൂടി, നീ ഒന്ന് ആലോചിച്ച് പറ, നീ ക്യാമറയിൽ എന്തൊക്കെയാണ് ഫോട്ടോ എടുത്തത് എന്ന് ചോദിച്ചു. ഞാൻ ആദ്യം സൂര്യനെ ഫോട്ടോ എടുത്തു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന സൂര്യൻ പതിയെ പതിയെ മറഞ്ഞ് അവിടെ മുഴുവൻ ഇരുട്ട് മൂടാൻ തുടങ്ങി. ഇത് കണ്ട് ഭയന്നുപോയി സബീർ, പറ നീ അടുത്ത് എന്ത് ഫോട്ടോയാണ് എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ, അമ്മ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു എന്നും പറഞ്ഞു. ഇത് കേട്ടതും സബീർ വളരെ വേഗത്തിൽ വീടിനുള്ളിലേക്ക് ഓടിച്ചെന്നു. അവൻ്റെ അച്ഛനും അമ്മയും അവിടെ എന്തൊക്കെയോ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ആ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും അടുത്തായി ആ പാഴടഞ്ഞ വീട്ടിൽ മരിച്ചുപോയ ആ സുന്ദരിയായ പെൺകുട്ടി നിൽക്കുകയായിരുന്നു. ഇത് കേട്ടതും സബീർ, അച്ഛാ, അനുജൻ അമ്മയെ ഫോട്ടോ എടുത്തു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുക്കളയിലുണ്ടായിരുന്ന ഒരു ഫോക്ക് സ്പൂൺ മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. അച്ഛ അത് നോക്കുന്ന സബീർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഫോക്ക് സ്പൂൺ വളരെ വേഗത്തിൽ ചെന്ന് അവൻ്റെ അമ്മയുടെ കഴുത്തിൽ തന്നെ കുത്തി. സംഭവ സ്ഥലത്ത് തന്നെ രക്തം വാർന്ന് അവരുടെ അമ്മ മരിച്ചു. സബീറിനും അച്ഛനും ഇപ്പോൾ എന്ത് ചെയ്യണമെന്നേ അറിയില്ല, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തവൻ എന്ത് ഫോട്ടോ എടുത്തുവെന്ന് നോക്കാനായി സബീറിൻ്റെ അച്ഛൻ സബീറിനോട് ആവശ്യപ്പെട്ടു. അവൻ അപ്പോൾ ക്യാമറ വാങ്ങി ഫോട്ടോസ് ഓരോന്നായി നോക്കാൻ തുടങ്ങി. ഫോട്ടോസും മൂവാക്കാൻ തുടങ്ങി. അതിൽ അവൻ്റെ സഹോദരൻ അവനെ തന്നെ ഒരു ഫോട്ടോ എടുത്തിരുന്നു. അച്ഛാ, ക്യാമറയിൽ അനുജൻ്റെ ഒരു ഫോട്ടോയുണ്ട്, അവൻ സ്വയമേ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, അനുജനും മരിക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് ഭയമാണച്ചാ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അടുത്ത ഫോട്ടോ നോക്കി. അതിൽ ഇവർ രണ്ടുപേരും കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് പോലുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഇത് കണ്ട സബീർ, അച്ഛാ, നമ്മളെയും ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അടുത്ത ഫോട്ടോ എടുത്ത് നോക്കി. അത് അവൻ്റെ അമ്മ അടുക്കളയിലുണ്ടായിരുന്ന ഫോട്ടോ ആയിരുന്നു. അമ്മയെ ഫോട്ടോ എടുത്തതിന് ശേഷം അവൻ നമ്മളെയായിരുന്നു ഫോട്ടോ എടുത്തത്, അതിനുശേഷമാണ് അവൻ സ്വയം ഫോട്ടോ എടുത്തത് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് രണ്ടുപേർക്ക് മുൻപിൽ ആ മാനുഷികമായ സ്ത്രീ രൂപം വന്നു. ഇത് കണ്ട് സബീർ വളരെ ഭയത്തോടെ ദുഃഖത്തോടെ അച്ഛനെ നോക്കി, അച്ഛാ, എന്നോട് ക്ഷമിക്കണം, അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു ക്യാമറ വാങ്ങിത്തരണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ, പക്ഷേ ഒരു ശപിക്കപ്പെട്ട ക്യാമറയാണ് ഞാൻ അച്ഛന് വാങ്ങിത്തന്നത് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അതേസമയം ആ മാനുഷികമായ രൂപം ഇവർക്ക് രണ്ടുപേർക്കും അടുത്തു വന്ന് അവരെ രണ്ടുപേരെയും കൊല്ലുന്നു. ഇത് കണ്ട ആ സമയത്ത് പുറത്തുണ്ടായിരുന്ന ചെറിയ കുഞ്ഞ് വളരെ വേഗത്തിൽ ഓടി വരുമ്പോൾ കാല് തന്നെ പടിക്കെട്ടിൽ വീണ് അവനും അവിടെ തന്നെ മരിക്കുന്നു. അപ്പോൾ അമാനുഷികമായ രൂപം അടുക്കളയിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ അടുക്കളയിൽ കത്തിക്കൊണ്ടിരുന്ന തീ ആ വീട് മുഴുവനും പടരാൻ തുടങ്ങി. വീട് മുഴുവനും കത്തി നശിക്കാൻ തുടങ്ങി. ഇപ്പോൾ അയൽവാസികൾ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ആ വീട്ടിൽ വന്ന് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്യുന്നു. അതിൽ ആ ക്യാമറ ഉണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടിലുണ്ടായ തീപിടുത്തത്തിന് എന്താണ് കാരണമെന്ന് യാതൊരു എവിഡൻസും പോലീസിന് ലഭിച്ചില്ല. പിന്നീട് അവർക്ക് ലഭിച്ച ആ ക്യാമറ അവർ ലേലത്തിൽ വിൽക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി ആ ക്യാമറ വാങ്ങുന്നു. ക്യാമറ വാങ്ങി അയാൾ നടന്ന് നീങ്ങിയപ്പോൾ അയാൾക്ക് പുറകിലായി ആ അമാനുഷികമായ രൂപവും പോകാൻ തുടങ്ങി. ഇന്ന് കണ്ട ഈ ശപിക്കപ്പെട്ട ക്യാമറയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. ഇത് ഇന്റർനെറ്റിൽ നിന്നും എടുത്ത ഒരു ഗോസ്റ്റ് സ്റ്റോറിയാണ്. ഇങ്ങനെയുള്ള സ്റ്റോറീസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.